നമസ്കാരം. പി കെ ലേണിങ്സിൻ്റെ ദേവസ്വം ബോർഡ് ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ കോട്ടയം ജില്ലയിലേക്കാണ് ഇന്ന് കിടക്കുന്നത്. കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്ന ക്ഷേത്രം കോട്ടയം ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. പിന്നെ മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ. ഇതിൽ ഒരു ചെയ്തപ്പോൾ മഹാദേവിയായി പോയി. മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിലാണ് ഈ മഹാദേവ ക്ഷേത്രം. പിന്നെ 2000 വർഷത്തിലേറെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത്. മഹാദേവ ക്ഷേത്രം ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങൾ, അതായത് പരശുരാമൻ കേരളത്തിൽ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഇത് ഖരമഹർഷി പ്രതിഷ്ഠിച്ചതാണ് എന്നാണ് ഒരു വിശ്വാസം. അതായത് ഖരപ്രതിഷ്ഠയാണ്. ഖരമഹർഷി പ്രതിഷ്ഠിച്ചതെല്ലാം പറയുന്ന പേര് ഖരപ്രതിഷ്ഠയാണ് എന്ന് പറയുന്നത്. പക്ഷേ മറ്റ് പല ഐതിഹ്യങ്ങളിലും ഇത് പരശുരാമൻ പ്രതിഷ്ഠിച്ചെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പരശുരാമൻ പ്രതിഷ്ഠിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങൾ ഒന്നായിട്ട് ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തെ കരുതുന്നു. ഏറ്റവും പ്രധാനം പടിഞ്ഞാറ് ദർശനമായിട്ടാണ്. ഈ ക്ഷേത്രത്തിലെ ദർശനം പടിഞ്ഞാറ് ദർശനമായിരുന്നു. മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളും കിഴക്ക് ദർശനമാണ്. നമ്മൾ ഇന്നലെയും പറഞ്ഞ ഏതോ ഒന്നൊരു ക്ഷേത്രം മാത്രം പടിഞ്ഞാറ് ദർശനമാണ്. അങ്ങനെ അപൂർവം ക്ഷേത്രങ്ങൾ മാത്രമേ പടിഞ്ഞാറ് ദർശനമായിട്ടുള്ളൂ. അതിലൊന്നാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രം. സൗമ്യഭാവവും രുദ്രഭാവവും കൂടി ചേർന്ന അഘോരമൂർത്തി, ശിവൻ്റെ അഘോരമൂർത്തി ഭാവമാണ് ഇവിടെ മഹാദേവൻ കുടികൊള്ളുന്നത്. അപ്പോൾ അഘോരമൂർത്തി ഭാവമായ പടിഞ്ഞാറ് ദർശനത്തിലുള്ള ഏറ്റുമാനൂരിലുള്ള പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ കോട്ടയം ഏറ്റുമാനൂർ ശിവക്ഷേത്രം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രസിദ്ധമായ കെടാവിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കാണ്, അല്ലെങ്കിൽ കത്തിച്ച് വച്ചിരിക്കുന്ന വിളക്കാണ് കെടാവിളക്ക്. അങ്ങനെയുള്ള കെടാവിളക്ക് കത്തി നിൽക്കുന്ന ക്ഷേത്രവും പിന്നെ 7.5 പൊന്നാന, 7 അരയും, അങ്ങനെ 7 പൊന്നാന പുറത്ത് ഭഗവാൻ എഴുന്നള്ളുന്ന ക്ഷേത്രം ഇത് തന്നെയാണ്. അപ്പോൾ 7 പൊന്നാന ഏത് ക്ഷേത്രവുമായി, 7 പൊന്നാന മഹോത്സവം ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ചോദിച്ചാലും, കെടാവിളക്ക് താഴെ പറയുന്നതിൽ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ചോദിച്ചാലും അത് ഏറ്റുമാനൂർ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓർമ്മിക്കുക, കിടാവിളക്കും 7 പൊന്നാനയും. പിന്നെ ഈ ഏറ്റുമാനൂർ എന്ന് ഈ സ്ഥലത്തിന് പേര് വരാൻ കാരണം, ഈ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റുമാനൂരിലും സമീപത്തും താമസിച്ചിരുന്ന 8 മനകൾക്കാണ്. 8 മനകൾ, അതായത് നമ്പൂതിരി ഇല്ലങ്ങളാണ് മനകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ 8 മനകൾ ഉള്ളതിനാൽ അത് എട്ടുമനയൂരും പിന്നീട് അത് ലോപിച്ച് ഏറ്റുമാനൂരും ആയെന്നാണ് വിശ്വാസം. അപ്പോൾ 8 മനയൂരാണ്, 8 മനകളായിരുന്നു ഇതിൻ്റെ ഉടമസ്ഥാവകാശം. അതുകൊണ്ട് തന്നെ ഇത് ആദ്യകാലത്ത് 8 മനയൂരും പിന്നീട് ഇത് ഏറ്റുമാനൂരുമായി മാറി എന്നാണ് വിശ്വാസം. പിന്നെ മറ്റു ചില ഐതിഹ്യങ്ങൾ പറയുന്നത്, ഇത് താരതമ്യേന ഉയർന്ന ഒരു പ്രദേശമായതിനാൽ ഏറ്റ് മാന് ഊര്, ഏറ്റ് മാന് ഊര്. ഏറ്റ് എന്ന് വെച്ചാൽ ഉയർന്ന, മാന് എന്ന് വെച്ചാൽ പരപ്പ്, പിന്നെ ഊര് എന്ന് വെച്ചാൽ പ്രദേശം, ഗ്രാമം. ഇങ്ങനെ ഇത് ലോപിച്ച ഇതുകൂടെ 3 കൂടെ സംയോജിച്ചാണ് ഏറ്റുമാനൂരായെന്നും പറയുന്നുണ്ട്. എന്നാലും കൂടുതൽ 8 മനയൂരാണ് കൂടുതൽ അറിയപ്പെടുന്ന ഇതിൻ്റെ ഐതിഹ്യം. അഘോരമൂർത്തിയാണ്. അഷ്ടഭുജങ്ങളോട് കൂടിയ 8 കരങ്ങളോട് കൂടിയ ഈ അഘോരമൂർത്തിക്ക് 3 അടിയോളം, ഏകദേശം 1 മീറ്ററോളം ഉയരം വരുന്ന പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. സമയബന്ധിതമായി ഓരോ സമയത്തിനനുസരിച്ച് 3 വ്യത്യസ്ത ഭാവത്തിലാണ് ശിവനുള്ളത്. മുഖ്യ പ്രതിഷ്ഠ രൗദ്രഭാവത്തിലാണെങ്കിലും രാവിലെ സമയങ്ങൾ അഘോരമൂർത്തി ഭാവമാണ്. രൗദ്ര സൗമ്യ ഭാവമായ അഘോരമൂർത്തി ഭാവമാണ്. ഉച്ചയ്ക്ക് ശരഭമൂർത്തി എന്ന് പറയുന്ന ഒരു പ്രത്യേക ധ്യാന നിമഗ്നായിരിക്കുന്ന രീതിയാണ്. 3ാമത്തെ അർദ്ധനാരീശ്വരനാണ്. അർദ്ധനാരീശ്വരൻ സങ്കല്പമാണ് ഉള്ളത്. ഓർമ്മിക്കുക, മഹാദേവൻ 3 ഭാവത്തിലാണ് ഇവിടെ ഉള്ളത്. ഒന്ന് അഘോരമൂർത്തി ഭാവം, ശരഭമൂർത്തി ഭാവം, പിന്നെ നമ്മുടെ അർദ്ധനാരീശ്വര ഭാവം. ഇനി നമുക്ക് 7 പൊന്നാനയെ കുറിച്ചാണ് പഠിക്കുന്നത്. 7 പൊന്നാന സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായിട്ട് 7 പൊന്നാനയെയാണ് കാണുന്ന ഒന്നാണ് 7 പൊന്നാന. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് 7 പൊന്നാനയെ കാണുന്നത്. നമ്മുടെ
തിരുവിതാംകൂർ രാജാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ ഏഴര പൊന്നാന ക്ഷേത്രം സമർപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പ്ലാവിൻ തടിയിൽ നിർമ്മിച്ച് സ്വർണത്തിൽ പൂശിയ 7 വലിയ ആനകളുടെയും, അതിന് 7, പിന്നെ ഒരു ചെറിയ ആനയുടെയും പൂർണ്ണ രൂപത്തിലുള്ള പ്രതിമകളാണ് ഏഴര പൊന്നാന എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂർ രാജാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇത് ക്ഷേത്രം സമർപ്പിച്ചെന്ന് കരുതുന്നു. കുംഭമാസത്തിലാണ് അവിടുത്തെ ഉത്സവത്തിൻ്റെ 8ാം നാളായ രോഹിണി നാളിൽ 7 പൊന്നാനകൾ എഴുന്നള്ളിക്കുന്നു. അപ്പോൾ 7 പൊന്നാനകൾ എന്ന് വെച്ചാൽ 7 തടിയിൽ തീർത്ത സ്വർണം പൂശിയ 7 ആനകളുടെയും ഒരു ചെറിയ ആനയുടെയും രൂപത്തിലുള്ള 7 പൊന്നാന എന്ന രൂപത്തിലാണ് ഇത് എഴുന്നള്ളിക്കുന്നത്. പിന്നെ അഷ്ടദിഗ്ഗജങ്ങളെയാണ് ഈ 7 പൊന്നാന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 7 പൊന്നാനകൾ പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ ദിക്കുകളെ താങ്ങി നിർത്തുന്ന അഷ്ടദിഗ്ഗജങ്ങളെയാണ്, 8 ആനകളെയാണ്. അതിനകത്ത് നമ്മുടെ ദേവേന്ദ്രൻ്റെ ആനയായ ഐരാവതം, പുണ്ടീരകൻ, കുമുദൻ, അഞ്ജനൻ, പുഷ്പദത്തൻ, സുപ്രീതകൻ, സർവഭൗമൻ, വാമനൻ, ഇങ്ങനെ 8 ഗജങ്ങളെ ആണ് പ്രതിനിധീകരിക്കുന്നത്. ഇതിൽ വാമനൻ ചെറിയ രൂപമായതുകൊണ്ട് അതാണ് ഒരു അര പൊന്നാനയായിട്ട് അതിനെ കരുതുന്നത്. അപ്പോൾ അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. പ്ലാവിൻ തടിയിൽ നിർമ്മിച്ച സ്വർണത്തിൽ പൂശിയ ആനകളുടെ രൂപമാണ് ഈ പൊന്നാന എന്നറിയപ്പെടുന്നത്. അത് 7 ഒന്ന് ചെറുതും, അങ്ങനെ 7 പൊന്നാന എന്നറിയപ്പെടുന്നു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇത് നാടിന് സമർപ്പിച്ചത്. കുംഭമാസത്തിലെ ഉത്സവത്തിൻ്റെ 8ാം നാളായ രോഹിണി നാളിലാണ് ഇത് എഴുന്നള്ളത്ത് നടക്കുന്നത്. അഷ്ടദിഗ്ഗജങ്ങളെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. പിന്നെ 7 പൊന്നാന ദർശനം വിശേഷമാണ്. കുംഭമാസത്തിലെ തിരുവാതിര നാളിലാണ് ആറാട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു രോഹിണി നാളിലാണ് 7 പൊന്നാന, തിരുവാതിര നാളിൽ ആറാട്ട്. അപ്പോൾ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിലാണ്. ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ്. 108 ശിവക്ഷേത്രങ്ങൾ, പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങൾ ഒന്നാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടാണ്. അഘോരമൂർത്തി ഭാവമാണ്. കെടാവിളക്ക് ഇവിടെയാണ്. 7 പൊന്നാന ഇവിടെയാണ്. അഷ്ടഭുജങ്ങളോട് കൂടിയ അഘോരമൂർത്തി ഭാവമാണ്. അത് 3 വ്യത്യസ്ത ഭാവമാണ്. ഭാവത്തിലാണ് പൊതുവെ ഉള്ളതെങ്കിലും രാവിലെ അഘോരമൂർത്തിയും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയും വൈകുന്നേരം അർദ്ധനാരീശ്വരനുമായാണ് കാണുന്നത്. പിന്നെ 7 പൊന്നാന വളരെ വിശിഷ്ടമാണ്. പ്ലാവിൻ തടിയിൽ നിർമ്മിച്ച 7 പൊന്നാന സ്വർണത്തിൽ പൂശിയ 7 ആനകളുടെയും പിന്നെ ഒരു ചെറിയ ആനയുടെയും, അങ്ങനെയാണ് 7 പൊന്നാന ആവുന്നത്. തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയാണ് ഇത് സമർപ്പിച്ചത്. കുംഭമാസത്തിലെ ഉത്സവത്തിൻ്റെ 8ാം നാളായ രോഹിണി നാളിലാണ് ഈ 7 പൊന്നാന എഴുന്നള്ളത്ത് നടക്കുന്നത്. അഷ്ടദിഗ്ഗജങ്ങളെയാണ് 7 പൊന്നാനകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ അര ആയിട്ട് കാണുന്ന ആനയുടെ ഒരു പേരാണ് വാമനൻ. ഇത്രയാണ് ഈ ക്ഷേത്രം. പിന്നെ പാക്കിൽ ശാസ്താ ക്ഷേത്രം. കോട്ടയം ജില്ലയിലെ പാക്കിൽ ശാസ്താ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ നാട്ടകത്താണ് സ്ഥിതി ചെയ്യുന്നത്. പരശുരാമൻ സ്ഥാപിച്ച, കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും പരശുരാമനാണ് സ്ഥാപിച്ചത്. 8 ശാസ്താ ക്ഷേത്രങ്ങളിലൊന്നാണ്. നമ്മൾ ശബരിമല ഉൾപ്പെടെ പഠിച്ചിട്ടുണ്ട്. ശബരിമല ശാസ്താവും പാക്കിൽ ശാസ്താവും ഒന്ന് തന്നെ എന്നാണ് ജനവിശ്വാസം. ശബരിമല ശാസ്താവും പാക്കിൽ ശാസ്താവും ഒന്ന് തന്നെയാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ശബരിമലയ്ക്ക് പോകാൻ സാധിക്കാത്ത പലരും ഇവിടെ ഈ മകരസംക്രാന്തി ദിവസം പാക്കിൽ ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു. പിന്നെ ഇത് അമിതമായ പ്രാധാന്യമൊന്നുമില്ല. പാക്കനാർ പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ് ഇവിടെ പാക്കിൽ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. പാക്കനാർ നമുക്കറിയാം, പറയപറ്റ പന്തലുകുലത്തിലെ വരരുചിയുടെ 12 മക്കളിൽ ഒരാളാണ് പാക്കനാരും പാണരനും എല്ലാം. ഓരോരുത്തരും ഓരോ തൊഴിൽ ശീലിച്ച ആൾക്കാരാണ്. അതിനകത്ത് പാക്കനാർക്ക് ഈ പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ കാട്ടുവിഭവങ്ങൾ ശേഖരിച്ച് പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം ചെയ്യുന്ന ഒരു തൊഴിലായിരുന്നത് കൊണ്ട് തന്നെ കർക്കിടക സംക്രാന്തി ദിവസം സംക്രാന്തി വാണിഭം എന്ന പേരിൽ ഒരു കച്ചവടം ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നുണ്ട്. അതിൽ കുട്ട, വട്ടി, മുറം, അങ്ങനെ അത് കച്ചവടം നടത്തുന്നു. അത് കർക്കിടകം 1 മുതൽ ചിങ്ങം 1 വരെ. അപ്പോൾ ഇങ്ങനെ
പാക്കനാർ ക്ഷേത്രത്തിൽ വന്നിരുന്നതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി സംക്രാന്തി വാണിപ്പം എന്ന കച്ചവട സംരംഭം നടത്തുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ പാക്കൽ ശാസ്താക്ഷേത്രം. മറ്റൊന്നും ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനില്ല. പാക്കനാർ സ്ഥാപിച്ച ക്ഷേത്രമാണ്. പക്ഷെ അവിടെ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണ്. പ്രതിഷ്ഠ ഉറയ്ക്കാതെ വന്നപ്പോൾ അതുവഴി പോയ പാക്കനാരെയാണ് ഇതിനെ നിയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് പാക്കൽ ക്ഷേത്രം എന്നറിയപ്പെടുന്നു. മകരസംക്രാന്തി വളരെ വിശേഷമാണ്. കർക്കിടക കർക്കിടക 1 മുതൽ ചിങ്ങം 1 വരെ നടക്കുന്ന കർക്കിടക സംക്രാന്തി ദിവസം സംക്രാന്തി വാണിപ്പം എന്ന പേരിൽ ഈ പലവിധ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു സംവിധാനം ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. ഇനി നമുക്കിനി അടുത്ത പഠിക്കാനുള്ളത് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ്. നമ്മുടെ സിലബസിലെ വൈക്കം സത്യാഗ്രഹം നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് അവിടുന്ന് അതുവഴിയുള്ള നടവരമ്പിലെ നടന്നു പോകാനുള്ള അവകാശം സംരക്ഷിച്ച് കിട്ടാൻ വേണ്ടിയാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ വൈക്കം മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ വൈക്കം പട്ടണത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ്. ഏറ്റവും പുരാതനമായ ക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നു. അപ്പോൾ ദക്ഷിണ കാശി എന്ന അപരനാമമുള്ള ക്ഷേത്രമാണ് വൈക്കം ക്ഷേത്രം. പ്രതിഷ്ഠ വൈക്കത്തപ്പൻ എന്നറിയപ്പെടുന്ന മഹാദേവനാണ്. അപ്പോൾ വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം വൈക്കത്തപ്പൻ എന്നറിയപ്പെടുന്ന മഹാദേവ പ്രതിഷ്ഠയാണുള്ളത്. 3 ഭാവങ്ങളിലാണ് ഇവിടെ വൈക്കത്തപ്പൻ ഉള്ളത്. രാവിലെ 12 വരെ, 12 എന്ന് വെച്ചാൽ 8 മണി മുതൽ 9 മണി വരെ സൂര്യപ്രകാശം നേരിട്ട് ബിംബത്തിലേക്ക് അടിക്കുന്ന ആ സമയം നടത്തുന്ന പൂജയാണ് 12 പൂജ. ആ 12 വരെ ജ്ഞാനദാതാവുന്ന ദക്ഷിണാമൂർത്തി, അതായത് തെക്ക് വശത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ദർശനം നൽകുന്ന ദക്ഷിണാമൂർത്തിയായ ഭാവത്തിലും ഉച്ചവരെ കിരാതമൂർത്തി ഭാവത്തിലും കാട്ടാള വേഷത്തിലും സായംകാലത്ത് വൈകുന്നേരം സാംബശിവൻ പാർവതീ സമേതനായിരിക്കുന്ന പത്നി സമേതനായിരിക്കുന്ന ശൈവരൂപത്തിലുമാണ് വൈക്കത്തപ്പൻ കുടികൊള്ളുന്നത്. അപ്പോൾ വൈക്കം ക്ഷേത്രത്തിൽ ദേവൻ 3 ഭാവങ്ങളിൽ കുടികൊള്ളുന്നു. ദക്ഷിണാമൂർത്തി ഭാവത്തിൽ രാവിലെ, ഉച്ചവരെ കിരാതമൂർത്തി ഭാവത്തിൽ, വൈകുന്നേരം സായംകാലത്ത് സാംബശിവൻ എന്ന പാർവതി സമേത രൂപത്തിൽ. പിന്നെ കേരളത്തിൽ അണ്ഡാകൃതിയിൽ ഓവൽ ഷേപ്പിൽ ശ്രീകോവിലുള്ള സംസ്ഥാനത്തെ ഏക ക്ഷേത്രമാണിത്. ഓർമ്മിക്കുക, ശ്രീകോവിൽ വൃത്താകൃതിയിലാണ്. പക്ഷെ അത് ഈ കൃത്യമായി പറഞ്ഞാൽ അണ്ഡാകൃതിയിലാണ്. അണ്ഡാകൃതിയിൽ ശ്രീകോവിലുള്ള ഏക ക്ഷേത്രമാണിത്. അത് ബാഹ്യ ശ്രീകോവിൽ വൃത്താകൃതിയിലാണ്, ഉൾഭാഗം അണ്ഡാകൃതിയിലാണ്. അതാണ് അതിൻ്റെ കറക്റ്റ് നിർവചനം. ക്ഷേത്രത്തിലെ ഒരു പ്രധാന ചടങ്ങാണ് ഘട്ടിയം ചൊല്ലൽ. ഘട്ടിയം ചൊല്ലൽ എന്നറിയപ്പെടുന്നത് ദീപാരാധനയ്ക്കും വൈകുന്നേരം ദീപാരാധനയ്ക്കും രാത്രിയുള്ള അത്താഴ ശ്രീബലിയുടെ 3ാമത്തെ പ്രദക്ഷിണത്തിനുമാണ് ഇവിടെ ഘട്ടിയം ചൊല്ലൽ ചടങ്ങ് നടക്കുന്നത്. അതായത് ഒരു വെള്ളിവടിയിൽ മുകളിലെ ഋഷഭവാഹനം, അതായത് നന്ദികേശൻ്റെ രൂപം കുത്തിവച്ചിട്ടുള്ള ഋഷഭവാഹനം ഉള്ള വെള്ളിവടിയിൽ പിടിച്ച് ദേവൻ്റെ സ്തുതിഗീതങ്ങൾ പാടുന്ന ചടങ്ങാണ് ഘട്ടിയം ചൊല്ലൽ. ഇപ്പോൾ ഘട്ടിയം ചൊല്ലൽ ചടങ്ങ് ഏത് ക്ഷേത്രത്തിലാണ്? വൈക്കം ക്ഷേത്രത്തിൽ. പിന്നെ ഇവിടുത്തെ ദേവൻ്റെ പ്രധാനപ്പെട്ട പ്രസാദം ഭസ്മമാണ്. തിരുവൈക്കത്തപ്പൻ ബ്രാഹ്മണ വേഷം ധരിച്ച് പിന്നെ ദേഹദണ്ഡം ചെയ്ത് എന്ന് വിശ്വസിക്കുന്ന ആ അടുക്കളയിൽ കിട്ടുന്ന ചാരമാണ് ഭസ്മമായിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഭസ്മം വളരെ അത്ഭുതസിദ്ധിയുള്ളതും രോഗശാന്തിക്ക് നല്ലതെന്നുമാണ് ഇവിടത്തുകാർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, വൈക്കത്തെ പ്രധാനപ്പെട്ട ഒരു പ്രസാദം ഭസ്മമാണ്. ഇവിടുത്തെ മേൽശാന്തിമാർ തരണി ഇല്ലത്തുള്ളവരാണ്. അപ്പോൾ തരണി ഇല്ലത്തുള്ളവർ പൂജ ചെയ്യുന്ന ക്ഷേത്രം മഹാദേവ ക്ഷേത്രം. പിന്നെ അന്നദാനം വളരെ വിശിഷ്ടമാണ് ഈ ക്ഷേത്രത്തിൽ. പ്രാതൽ പ്രധാന വഴിപാടാണ്. പിന്നെ ബ്രാഹ്മണർക്ക് ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റം, മണ്ഡപം, ചുറ്റമ്പലം അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ വച്ച് ഭോജനം നൽകുന്ന ഈ ഒരു അന്നദാന വഴിപാട് വളരെ വിശിഷ്ടമാണ്. അപ്പോൾ ഭസ്മം പ്രധാനമാണ്. പിന്നെ അവിടുത്തെ വലിയ അടുക്കളയിലെ അടുപ്പിൽ നിന്നെടുക്കുന്ന ചാരമാണ് ഭസ്മർ പ്രസാദമായിട്ട് ഉപയോഗിക്കുന്നത്. അവിടുത്തെ പൂജകൾ ചെയ്യാനുള്ള മേൽശാന്തി അവകാശം തരണി ഇല്ലത്തിനാണ്. പ്രാതൽ അന്നദാനം വളരെ വിശിഷ്ടമാണ്. ഘട്ടിയം ചൊല്ലൽ പ്രധാന ചടങ്ങാണ്. ഒരു വെള്ളിവടിയിൽ
സ്തുതിഗീത ദേവൻ്റെ സ്തുതിഗീതങ്ങൾ പാടുന്ന ചടങ്ങാണ് ഗട്ടിയം ചൊല്ലൽ. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നു. കോട്ടയം ജില്ലയിലാണ്. വൈക്കത്തപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. 3 ഭാവങ്ങളിലാണ്. ദക്ഷിണാമൂർത്തിയായിട്ടും കിരാതമൂർത്തിയായിട്ടും സാംബശിവനായിട്ടും 3 സമയങ്ങളിൽ. പിന്നെ സംസ്ഥാനത്ത് അണ്ഡ ആകൃതിയിൽ ശ്രീകോവിലുള്ള ഏക ക്ഷേത്രമാണ് ഇത്. പിന്നെ ശ്രീകോവിൽ 2 നിലകളുള്ള ശ്രീകോവിൽ ചെമ്പ് മേഞ്ഞതാണ്, പ്രധാനമല്ല. ശ്രീകോവിലിൻ്റെ 108 കഴക്കോലുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ 108 ഇല്ലക്കാരെ, വിവിധ സ്ഥലങ്ങളിലുള്ള 108 ഇല്ലക്കാരെ, മനക്കാരെ സൂചിപ്പിക്കുന്നതാണ് 108 ശ്രീകോവിൽ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് കൂടിപ്പൂജ. ശ്രീകോവിലിനകത്ത് പരമേശ്വരനെയും സുബ്രഹ്മണ്യ സ്വാമിയെയും അദ്ദേഹത്തിൻ്റെ മകനായ സുബ്രഹ്മണ്യ സ്വാമിയെയും ഒന്നിച്ചിരുത്തി നടത്തുന്ന പൂജയാണിത്. ഇത്തരം ഒരു കൂടിപ്പൂജ നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. ഓർമ്മിക്കുക, കൂടിപ്പൂജ നടത്തുന്ന ക്ഷേത്രമാണിത്. ആർക്കൊക്കെ വേണ്ടിയാണ്? പരമശിവനും സുബ്രഹ്മണ്യ സ്വാമിക്കും. പിന്നെ വൈക്കത്തഷ്ടമി നമ്മുടെ പാട്ടുകളിലൂടെ ഉള്ളതാണ്. അഷ്ടമി ദിവസം വളരെ പ്രധാനമാണ്. അഷ്ടമി വൃശ്ചിക മാസത്തിലാണ് 12 ദിവസം ഉത്സവം. 12ാം ദിവസത്തിൽ അഷ്ടമി വരത്തക വെണ്ണം, അതെന്നാണ് വൈക്കത്തഷ്ടമി എന്നറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത നമുക്ക് മനസ്സിലാക്കാനുള്ളത് മള്ളിയൂർ ക്ഷേത്രത്തെക്കുറിച്ചാണ്. കോട്ടയം ജില്ലയിലെ മാഞ്ഞൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഇവിടുത്തെ ഗണപതി വിഗ്രഹത്തിനൊരു പ്രാധാന്യമുണ്ട്. ശ്രീകൃഷ്ണനോടൊപ്പം ഗണപതിയുള്ള ക്ഷേത്രമാണ്. ശ്രീകൃഷ്ണനോടൊപ്പം ഗണപതിയുള്ള ക്ഷേത്രമാണ്. രണ്ട് പ്രതിഷ്ഠകളായിട്ടല്ല. ഗണപതി തൻ്റെ മടിയിലിരുത്തി അമ്പാടി കണ്ണനെ താലോലിക്കുന്ന രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ഗണപതി തൻ്റെ മടിയിലിരുത്തി അമ്പാടിക്കണ്ണനെ താലോലിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഭാഗവത സപ്താഹ യജ്ഞാചാര്യനായിട്ടുള്ള അല്ലെങ്കിൽ ഭാഗവത ഹംസമായിട്ടുള്ള മള്ളിയൂർ, ഓർമ്മിക്കുവാനാണ് മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീയമായ ക്ഷേത്രമാണ്, നാടാണ് ഈ മള്ളിയൂർ. ഓർമ്മിക്കുക, മഹാപണ്ഡിതന ഋഷിതുല്യമായ ഭാഗവത ഹംസൻ എന്നറിയപ്പെടുന്ന മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമാണ് ഈ മള്ളിയൂർ. പിന്നെ അവിടുത്തെ ഉത്സവമൊന്നും പ്രധാനമല്ല. ഓർമ്മിക്കുക, കോട്ടയം ജില്ലയിലെ മാഞ്ഞൂർ പഞ്ചായത്തിലാണ് വൈഷ്ണവ ഗണപതി എന്നറിയപ്പെടുന്നു. അതായത് ഗണപതി തൻ്റെ മടിയിലിരുത്തി അമ്പാടിക്കണ്ണനെ താലോലിക്കുന്നു. പിന്നെ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയെ ഓർമ്മിക്കുക. ഉത്സവം പ്രധാനമല്ല. വിനായക ചതുർത്ഥി അറിയാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഗണേശ സംഗീതോത്സവം നടക്കുന്ന ക്ഷേത്രമാണ്. ഗണേശ സംഗീതോത്സവം വൃശ്ചികം 1 മുതൽ 60 ദിവസം തുടർച്ചയായിട്ട് നടക്കുന്ന സംഗീതോത്സവമാണ് ഗണേശ സംഗീതോത്സവം. ഉത്സവത്തിൻ്റെ കാര്യം പറയുന്നില്ല, അമിതമായ പ്രാധാന്യമൊന്നും ഇല്ലാത്തതാണ്. പിന്നെ അടുത്തത് കുമാരനല്ലൂർ ദേവീക്ഷേത്രമാണ്. കുമാരനല്ലൂർ ദേവീക്ഷേത്രം കോട്ടയം ജില്ലയിലെ കുമാരനല്ലൂർ ദേവീക്ഷേത്രം ദുർഗാദേവി സങ്കല്പമാണ്. ദുർഗാദേവി സങ്കല്പമാണ്. മാത്രമല്ല ദുർഗാദേവിയുടെ കന്യകാരൂപത്തിലുള്ളതാണ്. കന്യകാരൂപത്തിലുള്ള ദുർഗാദേവി സങ്കല്പത്തിലുള്ള ക്ഷേത്രമാണിത്. കേരളത്തിലെ 108 ദുർഗാലയങ്ങളിൽ ഒന്നാണിത്. 108 ദുർഗാലയങ്ങളിൽ ഒന്നാണിത്. ദേവിക്ക് 5 ഭാവങ്ങളാണ് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്കുള്ളത്. ദുർഗാദേവിക്ക് 5 ഭാവങ്ങളാണ് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്കുള്ളത്. വെളുപ്പിന്, അതായത് ക്ഷേത്രം തുറന്ന ഉടനെ സരസ്വതി, കുറച്ചുകൂടെ കഴിഞ്ഞ് പന്തിരട്ടി പൂജ സമയത്ത് രാവിലെ സമയത്ത് മഹാലക്ഷ്മി, ഉച്ചയ്ക്ക് പന്തിരട്ടി പൂജയ്ക്ക് സമയം പാർവതി, ഉച്ചപൂജയ്ക്ക് ദുർഗ, വൈകിട്ട് വനദുർഗ. വനദുർഗ എന്താണെന്ന് ഞാൻ പറഞ്ഞു. പല ക്ഷേത്രങ്ങളും വനത്തിനുള്ളിലായിരുന്നു, പിന്നീട് ജനവാസ മേഖലകളിലേക്ക് മാറിയതാണ്. അന്നുണ്ടായ ഒരു സങ്കല്പമാണ് വനദുർഗ സങ്കല്പം. ഓർമ്മിക്കുക, ദേവിക്ക് രാവിലെ സമയം വെളുപ്പിന് സരസ്വതി, അത് കഴിഞ്ഞ് കുറച്ച് സമയം
നേരം വെളുത്ത് വരുന്ന സമയത്ത് മഹാലക്ഷ്മി, 9 മണി സമയം പന്തിരടി പൂജ സമയത്ത് പാർവതി, ഉച്ചയ്ക്ക് പിന്നെ ഉച്ചപൂജ സമയത്ത് ദുർഗ, 5 വനദുർഗ. വനദുർഗ എന്ന് പറയുന്നത് വൈകുന്നേരം വൈകിട്ടുള്ള ഭാവമാണ്. നമുക്ക് അതിലേക്ക് പോകാം. കോട്ടയം ജില്ലയിലെ കുമാരനല്ലൂരിലാണ് ദുർഗാദേവി കന്യകാ സങ്കല്പത്തിലാണ്. കേരളത്തിലെ 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ്. അഞ്ജനശിലയിൽ, നമ്മുടെ കൃഷ്ണശില എന്ന് പറയുന്നതിൽ വേറെ ഒന്ന് അഞ്ജനശിലയിൽ ഉള്ളതാണ് വിഗ്രഹം. പ്രധാനമല്ല, 5 ദേവീഭാവങ്ങളാണുള്ളത്. വെളുപ്പിന് സരസ്വതി, രാവിലെ മഹാലക്ഷ്മി, പന്തിരടി പൂജയ്ക്ക് പാർവതി, ഉച്ചപൂജയ്ക്ക് ദുർഗ, വൈകിട്ട് വനദുർഗ. അങ്ങനെയാണ്. ഓർമ്മിക്കുക ഈ 5 ദേവീഭാവങ്ങളും. നമുക്കിനി കോട്ടയം ജില്ലയിലെ വാഴപ്പള്ളി ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. വാഴപ്പള്ളി എന്ന സ്ഥലം കേൾക്കുമ്പോൾ തന്നെ വാഴപ്പള്ളി ശാസനം എല്ലാവർക്കും ഓർമ്മ വരുന്നൊരു കാര്യമാണ്. വാഴപ്പള്ളി ശാസനം ഇത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വാഴപ്പള്ളി ശാസനം കിട്ടിയിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. പിന്നെ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ്. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ശിവക്ഷേത്രങ്ങളിൽ 74ാമത്തെ ക്ഷേത്രമാണിത്. 74ാമത്തെ ക്ഷേത്രമാണിത്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ശിവക്ഷേത്രത്തിൽ 74ാമത്തെ ക്ഷേത്രമാണിത്. ഇവിടുത്തെ ഭാവം മറ്റ് ശിവക്ഷേത്രങ്ങളുടെ ഭാവത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. യമധർമ്മനെ, അതായത് കാലനെ, യമനെ വധിച്ച മാർക്കണ്ഡേയന് 16 വയസ്സ് കൊടുത്ത് ചിരഞ്ജീവിയായി അനുഗ്രഹിച്ച വാണരുളും സങ്കല്പത്തിലാണ് ഇവിടുത്തെ മഹാദേവ സങ്കല്പം. നമ്മുടെ പഴയ കാലത്ത് അപ്പന്മാരും അച്ഛന്മാരും എല്ലാം മക്കളോട് പറയുന്ന ഒരു കാര്യമാണ്, നീ ജോലിക്ക് ഇറങ്ങിപ്പോണം, ഞാൻ എല്ലാ കാലത്തും ജീവിച്ചിരിക്കാൻ വേണ്ടി ഞാൻ മാർക്കണ്ഡേയനാണെന്ന് ചോദിക്കും. അതായത് ഈ ചിരഞ്ജീവിയായിട്ട് ഉള്ള ഒരു സങ്കല്പമാണ് മാർക്കണ്ഡേയൻ. അങ്ങനെ ആ ചിരഞ്ജീവി സങ്കല്പം മാർക്കണ്ഡേയന് കൊടുത്ത ആ മഹാദേവ സങ്കല്പത്തിലാണ് ഈ വാഴപ്പള്ളി ശിവക്ഷേത്രത്തിൽ മഹാദേവൻ കുടികൊള്ളുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട നവരാത്രി കാലങ്ങളിൽ മഹാനവമിക്ക് 12 ഉഷ എന്ന ഒരു ചടങ്ങുണ്ട്. 12 ഉഷ. അപ്പോൾ 12 ഉഷ എന്ന് പറയുന്ന ചടങ്ങ്, പൂജ ഏത് ക്ഷേത്രത്തിലാണെന്ന് ചോദിച്ചാൽ അത് വാഴപ്പള്ളി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഓർമ്മിക്കുക. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി നഗരത്തിൽ വാഴപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. ദക്ഷിണ ഭാരതത്തിലെ അതിപുരാതനമായ ക്ഷേത്രമാണ്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള 108 ശിവക്ഷേത്രങ്ങളിൽ 74ാമത്തെ ക്ഷേത്രമാണത്. യമധർമ്മനെ നിഗ്രഹിച്ച മാർക്കണ്ഡേയൻ എന്നും 16 വയസ്സ് കൊടുത്ത് ചിരഞ്ജീവിയാക്കി വാണരുളുന്ന സങ്കല്പത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. പിന്നെ 5 പൂജയും 5 നേദ്യങ്ങളുള്ള ക്ഷേത്രമാണ്. അപ്പോൾ വലിയ ക്ഷേത്രമാണെന്ന് അർത്ഥം. പിന്നെ 2 നമസ്കാര മണ്ഡപങ്ങളുടെയും 2 നദികളുടെയും, എനിക്ക് തോന്നുന്നു മീനച്ചിലാറും മണിമലയാറുമാണെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള 2 നദികളുടെയും നമസ്കാര മണ്ഡപങ്ങളുടെയും എല്ലാം സാന്നിധ്യം, 2 നദികൾ സമീപത്തായി ഒഴുകുന്ന അപൂർവം ക്ഷേത്രങ്ങൾ മാത്രമേ കേരളത്തിലുള്ളൂ. അതിലൊരു ക്ഷേത്രമാണ് ഈ ശ്രീ വാഴപ്പള്ളി ക്ഷേത്രം. പിന്നെ ഞാൻ പറഞ്ഞു 12 ഉഷ എന്ന വഴിപാട് പ്രധാനമാണ്. വാഴപ്പള്ളി ശാസനം പ്രധാനമാണ്. ഇനി അടുത്ത് നമുക്ക് കടുത്തുരുത്തി തളി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള കല്ലിൽ തീർത്ത ശിവലിംഗ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അത് പ്രധാനമൊന്നുമല്ല, അതുകൊണ്ട് എഴുതാത്തത്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത നമ്മൾ പഠിക്കേണ്ടത്, എല്ലാ ശിവക്ഷേത്രങ്ങളിലും ശിവന്റെ വാഹനം ഉണ്ടാവും. അതായത് നന്ദിവാഹനമില്ലാത്ത ശിവക്ഷേത്രങ്ങൾ കാണില്ല. എന്നാൽ നന്ദിവാഹനമില്ലാത്ത ശിവക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ കോട്ടയം കടുത്തുരുത്തിയിലാണ്. അപ്പോൾ കോട്ടയം കടുത്തുരുത്തിയിലാണ് നന്ദിവാഹനമില്ലാത്ത ശിവക്ഷേത്രം. അതായത് ഈ ക്ഷേത്രത്തിൽ നന്ദിവാഹനം അല്ലെങ്കിൽ ഭഗവാൻ എന്ന പ്രതിമ ശില്പം ഉണ്ടാവില്ല. പിന്നെ ഖരമഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 3 ശിവലിംഗങ്ങൾ, ഖരമഹർഷി 3 ശിവലിംഗങ്ങൾ വിവിധ ഇടങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മളൊന്ന് പഠിച്ചു. അതിൽ 2ാമത്തെ ശിവലിംഗം ഈ ക്ഷേത്രത്തിലാണെന്നാണ് വിശ്വാസം. ഓർമ്മിക്കുക, പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നുമില്ല, ഒറ്റ പോയിന്റേ ഉള്ളൂ. ശിവവാഹനമായ നന്ദി ഇല്ലാത്ത
ശിവക്ഷേത്രം വന്നത്. പിന്നെ ഖരമഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്നുള്ള വിശ്വാസവും. മറ്റു കാര്യങ്ങളൊന്നും തലൂർ ക്ഷേത്രമൊന്നും പ്രധാനപ്പെട്ടതല്ല. പിന്നെ ഒരു ക്ഷേത്രം കൂടിയാണ് പഠിക്കാനുള്ളത്. അയ്മനം, കോട്ടയം അയ്മനം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രമാണ്. കോട്ടയം ജില്ലയിൽ ഇപ്പം നരസിംഹസ്വാമി എന്ന് പറയുമ്പോൾ ഇതൊരു വിഷ്ണു ക്ഷേത്രമാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കോട്ടയം ജില്ലയിലെ അയ്മനം ഗ്രാമത്തിലാണ്. അയ്മനം അറിയാം, നമ്മുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയ മേരി റോയിയുടെ മകൾ അരുന്ധതി റോയിയുടെ ഗ്രാമമാണ് ഈ അയ്മനം. അപ്പോൾ ഈ അയ്മനം, കോട്ടയം അയ്മനം ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഓർമ്മിക്കുക, മധ്യ കേരളം എന്ന് വെച്ചാൽ മിക്കവാറും കോട്ടയമായിരിക്കും ഉദ്ദേശിക്കുന്നത്. പത്തനംതിട്ട കോട്ടയം ആ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ക്ഷേത്രം ഇതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു അമ്പലവുമായി പറഞ്ഞപ്പോൾ തൃക്കാക്കര ക്ഷേത്രത്തിലാണ് ഉത്സവം ആദ്യമേ ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. അത് ഞാൻ ആ യൂട്യൂബിൽ തന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതായത് തിരുവിതാംകൂർ രാജ്യത്തെ അല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതല്ല, തിരുവിതാംകൂർ പ്രദേശത്തെ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റേത് കൊച്ചി പ്രദേശമായിരുന്നു തൃക്കാക്കര. അത് ഞാൻ കമൻറ്റിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ മധ്യ കേരളത്തിലെ, അതായത് പത്തനംതിട്ട കോട്ടയം ഭാഗങ്ങളിലെ ഉത്സവങ്ങൾ തുടക്കം കുറിക്കുന്നത് അയ്മനം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രമാണ്. പിന്നെ പാണ്ഡവർ വനവാസകാലത്ത് ഇവിടെ താമസിച്ചിരുന്നു എന്നും അങ്ങനെ താമസിച്ചിരുന്ന സ്ഥലം ഐവർമനമെന്നും, 5 പേർ താമസിച്ച സ്ഥലം ഐവർമനമെന്നും എന്നറിയപ്പെടുകയും പിന്നീട് അത് ഐവനം എന്നും അറിയപ്പെടുകയും പിന്നീട് അതിന് കാലാന്തരത്തിൽ അയ്മനം എന്നായി മാറുകയാണ് ചെയ്തത്. പ്രധാനമല്ലാത്തതുകൊണ്ട് ഒന്നും എഴുതാത്തത്. പിന്നെ വട്ട ശ്രീകോവിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മുടെ അണ്ഡാകൃതിയുടെ ശ്രീകോവിൽ നേരത്തെ ഞാൻ പറഞ്ഞു. ഇവിടെ വട്ട ശ്രീകോവിലാണ്. അതിൽ ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് വാണരുള്ളുന്നു, വിഷ്ണു ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് വാണരുള്ളുന്നു. പിന്നെ ദേവിക്ക് അടുത്തായിട്ട് ഭഗവാൻ അടുത്തായിട്ട് ശ്രീചക്രം, ലക്ഷ്മി ഭാവത്തിൽ ശ്രീചക്രം കൂടെ ഉണ്ട്. ഇങ്ങനെ ഇവിടെ ലക്ഷ്മി നരസിംഹ ഭാവത്തിലാണുള്ളത്. ഭഗവാനും അദ്ദേഹത്തിൻ്റെ പത്നി ലക്ഷ്മിയും ചേർന്ന് ലക്ഷ്മി നരസിംഹ ഭാവത്തിലുള്ള ക്ഷേത്രമാണ് അയ്മന ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. പിന്നെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് പാനകം, പിന്നെ നരത്തല, ചതുശതം. ഇതൊക്കെ നമ്മൾ പല കാലഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ചതുശതം ഞാൻ പറഞ്ഞു, 4ഓളം വിഭവങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. പാനകം കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്വാദികറിയ ഒരു വിഭവമാണ്. നരത്തലയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഉള്ള വിശിഷ്ട നേദ്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ഈ നരസിംഹ ക്ഷേത്രം. പിന്നെ ഈ നരത്തല എന്നുള്ളത് ആസ്മ രോഗികൾക്ക് പോലുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയാണ്. നരത്തല ആസ്മ രോഗികൾക്ക് വേണ്ടിയുള്ള അസുഖത്തിന് വേണ്ടിയുള്ളതാണ് നടത്തുന്നത്. ഇത്രയുമാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. ഒന്ന് കാര്യത്തിലേക്ക് വരാം. കോട്ടയം ജില്ല അയ്മനം ഗ്രാമത്തിലാണ്. മധ്യ കേരളത്തിലെ ഉത്സവങ്ങൾ തുടക്കം കുറിക്കുന്ന ക്ഷേത്രമാണ്. പാണ്ഡവർ വനവാസകാലത്ത് താമസിച്ചിരുന്ന ഇടം എന്ന രീതിയിൽ ഐവർമന എന്ന് അറിയപ്പെടുകയും പിന്നീടത് പിന്നീടത് ഐവനമെന്നും കാലാന്തരത്തിൽ അത് ഐമനമെന്നും ഈ ദേശം അറിയപ്പെടാൻ തുടങ്ങിയെന്നാണ് ഐതിഹ്യം. പിന്നെ വട്ട ശ്രീകോവിലാണ്. നരസിംഹ പ്രതിഷ്ഠയാണുള്ളത്. ലക്ഷ്മി തൊട്ടടുത്ത് തന്നെയുണ്ട്, ലക്ഷ്മി ദേവി ഉണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി നരസിംഹമൂർത്തിയായിട്ടാണ് ഉള്ളത്. പ്രധാനമായും നരത്തല, ചതുശകം, പാനകം ആസ്മയ്ക്ക് വേണ്ടിയുള്ളതാണ് ഈ നരത്തകം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അടുത്ത ദിവസം നമുക്ക് ഇപ്പോൾ കോട്ടയം ജില്ലയുടെ രണ്ടാമത്തെ ഒരു ടോപ്പിക്ക് പഠിക്കാം, രണ്ടാമത്തെ ഭാഗം പഠിക്കാം. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.